ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ഡീസലാണോ. കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ലൈറ്റ്, അതായത് ആ സ്പാനറിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. ഞാൻ ചെയ്യുന്നത് ആ സ്പാനറിൻ്റെ ലൈറ്റ് ഇടയ്ക്കൊന്ന് കത്തിപ്പോവും. അത് റണ്ണിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കത്തിപ്പോവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് സാധാരണ വരുന്നത് ഹീറ്റർ പ്ലഗ് ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ കത്താറുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ഹീറ്റർ പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. ഹീറ്റർ പ്ലഗ് എങ്ങനെ ചെക്ക് ചെയ്യാൻ ഞാൻ ചെയ്താൽ ഇവിടെ 4 ഹീറ്റർ പ്ലഗ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ പോയി കഴിഞ്ഞാൽ അത് കത്തിട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിലിപ്പോൾ 4 ഞാൻ മുന്നേ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാന്നേ പറഞ്ഞാൽ ആദ്യം ടെസ്റ്റ് ലാമ്പ് എടുക്കുക. ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു തല ബാറ്ററീൻ്റെ പോസിറ്റീവിൽ കൊടുക്കുക കേട്ടോ. വേർത്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ടെസ്റ്റ് ലാമ്പ് അകത്തുണ്ട് നോക്കട്ടോ. അപ്പോൾ ഇത് ഹീറ്റർ പ്ലഗിൻ്റെ ആ തലഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ലാമ്പ് കത്തുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. അപ്പോൾ ഈ ഒരു ഹീറ്റർ പ്ലഗ് കംപ്ലൈൻറ്റ് കേട്ടോ. അത് ചെറുതായിട്ട് മിന്നുണ്ടോ കേട്ടോ. അങ്ങനെയല്ല ശരിക്കും കത്തട്ടോ. ഞാൻ ഇപ്പുറത്ത് കാണിച്ചു തരാം. കേട്ടോ നല്ലപോലെ കത്തും. അപ്പോൾ ഈ ഒരു ഹീറ്റർ പ്ലഗ് ഓക്കെയാണ്. പക്ഷേ ആ ഫസ്റ്റത്തെ ഹീറ്റർ പ്ലഗ് കംപ്ലൈൻ്റ് ആണ്. ബാക്കി 3 ഓക്കെ ഉണ്ടോ. അത് മുന്നേ ചെക്ക് ചെയ്യலாம். അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് അത്ര കാണിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒന്നാമത്തെ ഹീറ്റർ പ്ലഗ് നമുക്ക് മാറണം. ഒരു മൈന്യൂട്ടായിട്ട് കത്തണം കേട്ടോ. അങ്ങനെയല്ല നല്ല ബ്രൈറ്റ്നസ്സിൽ കത്തും കേട്ടോ. പുറത്ത് കത്തണം ഇതേപോലെ കത്തും. അപ്പം നമ്മൾ ഹീറ്റർ പ്ലഗ് അഴിക്കാൻ പോവാണ്. അപ്പോൾ ഹീറ്റർ പ്ലഗ് അഴിക്കണത് 8ൻ്റെ സ്പാനർ, ഒന്നെങ്കിൽ 8ൻ്റെ ചെറിയ ടി വെച്ചിട്ട് അല്ലെങ്കിൽ 8ൻ്റെ ലോങ് ബോക്സ് വെച്ചിട്ട് അഴിക്കുക. അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചൂടിൽ അഴിക്കാവും ഏറ്റവും ബെറ്റർ. ചിലത് നല്ല ടൈറ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് വരും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹെഡ് ഇറക്കേണ്ടി വരും. ഹെഡ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റർ പ്ലഗ് അതിന് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലപോലെ നോക്കി അഴിക്കണം. നല്ല ടൈറ്റ് എന്നുണ്ടെങ്കിൽ കസ്റ്റമർ പറഞ്ഞിട്ട് അഴിക്കുക. തണുത്തിരിക്കുമ്പോൾ അഴിക്കാതിരിക്കാൻ പറ്റും ബെറ്റർ. ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ചൂടാക്കുക. അത് വലിയ ടൈറ്റൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. വലിയ ടൈറ്റ് ഉണ്ടായില്ല, പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നേരെ നമുക്ക് പുതിയ ഹീറ്റർ പ്ലഗ് വെക്കണം. അപ്പോൾ ഇതാണ്ടോ പുതിയ ഹീറ്റർ പ്ലഗ്. ഇത് അതിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി ടെസ്റ്റ് ലാമ്പ് വെച്ച് കാണിച്ചു തരാം. ആ മറ്റേത് മൈന്യൂട്ട് ചെയ്യുന്നത് പിന്നെ പുതിയത് വെച്ച് കഴിഞ്ഞാൽ ഇതും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പഴയ ഹീറ്റർ പ്ലഗ്. ഇത് നമ്മൾ മാറി ഇനി പുതിയത് വെച്ചിട്ടില്ല. ഇത് ഞാൻ കാണിച്ചു കേട്ടോ. പുതിയത് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ടൈറ്റ് ചെയ്യേണ്ട, ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു മീഡിയം ഇതിൽ ടൈറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഓക്കെ, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെക്ക് കാണിച്ചു തരാം. ടെസ്റ്റ് ലാമ്പ് വെച്ച് കാണിച്ചു കേട്ടോ. കത്തുന്നുണ്ടോ? നല്ല ബ്രൈറ്റ്നസ് കത്തുന്നുണ്ടോ? നേരത്തെ ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.